അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എനർജി ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് വോളിയം വിത്തൗട്ട് ക്രിയേറ്റിംഗ് പെർമനന്റ് ഡിസ്റ്റോർഷൻ ഇൻ എ മെറ്റീരിയൽ ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് ടഫ്നെസ്, മോഡുലസ് ഓഫ് റപ്ചർ, മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് മാക്സിമം എനർജി പെർ യൂണിറ്റ് വോളിയം വിത്തൗട്ട് ക്രിയേറ്റിംഗ് പെർമനന്റ് ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സബ്ജക്ട് എന്ന് പറയുന്നത് ഡീഫോമബിൾ ഒബ്ജക്ട്സിനെ പറ്റിയുള്ള സ്റ്റഡി ആണെന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ എക്സ്റ്റേണലി ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് സൈസിലോ ഷേപ്പിലോ മാറ്റം വരും. അത്തരം ബോഡീസ് ആണെന്ന് ഡീഫോമബിൾ ബോഡീസ്. അപ്പോൾ ഒരു ബോഡിക്ക് ഫോർ എക്സാമ്പിൾ കൺസിഡർ എ ബോഡി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെന്നാണെന്ന് വിചാരിച്ചാൽ മതി. ഇതിനെ നിങ്ങൾ പിടിച്ച് വലിക്കുകയാണ്, രണ്ട് സൈഡും പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണില്ല. പക്ഷെ ഈ ഫോഴ്സ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ പെന്ന് പതുക്കെ ഇലോങ്ങേറ്റ് ചെയ്ത് തുടങ്ങും, അതിന്റെ ലെങ്ത്തിൽ മാറ്റം സംഭവിച്ചു തുടങ്ങും, അതിലൊരു ഡീഫർമേഷൻ വന്നു തുടങ്ങി നമ്മൾ പറയും. അങ്ങനെ ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഫോഴ്സിന്റെ ഇഫക്റ്റ് എങ്കിൽ അത്തരം ഫോഴ്സ് നമ്മളൊരു പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അതിനെ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും. നേരെ മറിച്ച് ഇതേ പെന്നിനെ ഞാൻ രണ്ട് സൈഡും പിടിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഉള്ളിലേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ അത് ഷോർട്ടൻ ചെയ്തു തുടങ്ങും, അതിന്റെ ലെങ്ത് കുറഞ്ഞു തുടങ്ങും, അതായത് കോൺട്രാക്ഷൻ സംഭവിച്ചു തുടങ്ങും. അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ പുഷിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലമായിട്ട് ഇവരുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നു, ഒരു പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എടുത്തിരിക്കുന്നു. ബോഡിയുടെ ഈ ലെങ്ത് ഫോർ എക്സാമ്പിൾ ഇത്രയും ലെങ്ത് ചെറിയൊരു എക്സ്റ്റൻഷൻ അതിന് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അതായത് ഈ എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് പുതിയൊരു പൊസിഷനിലേക്ക്, എ ഡാഷ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് അതിപ്പോൾ മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന പോയിന്റിൽ ഒരു ഡീഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, അല്ലെ? എയിൽ നിന്ന് എ ഡാഷിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയും. എപ്പോഴാണ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം? ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ അപ്ലൈ ചെയ്ത പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയും. ഇവിടെ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഒരു വർക്കാണ്. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ഓഫ് എ ബോഡി എന്ന് പറയുന്നത്, അല്ലെ? എനർജി ഇസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു എനർജി വേണമല്ലോ. ആ എനർജി ഈ ബോഡിക്ക് ഞാൻ കൈമാറ്റം ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഈ ബോഡിയിലുള്ള മോളിക്കുലാർ സ്ട്രക്ചർ നല്ല അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ച് അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു മോളിക്കുലാർ സ്ട്രക്ചറിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തത്, അല്ലെ? അതായത് അവരെ ഞാൻ പിടിച്ച് ഇലോങ്ങേറ്റ് ചെയ്തു. അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഒരു പരിധി വിട്ട് ഞാൻ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മോളിക്കുലാർ സ്ട്രക്ചർ ഒക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ചെറിയൊരു ഇലോങ്ങേഷനെ വരുത്തിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ ചെറിയൊരു ഇലോങ്ങേഷൻ വരുത്തി ഞാൻ അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ആ നേച്ചറിനെയാണ് നമ്മൾ അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരു പരിധി വിട്ട് ഞാൻ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോളിക്കുലാർ സ്ട്രക്ചർ, ആ ബോണ്ടിങ് പതുക്കെ ബ്രേക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആ ബോണ്ടുകൾ അവിടെ ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ മോളിക്കുലാർ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ബോണ്ടുകൾ അതുപോലെ തന്നെ നിന്നാൽ മാത്രമേ ഞാൻ അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ടുകൾക്ക് അതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചില ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാവർക്കും ചേർന്ന് വീണ്ടും അതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ പറയും ആ ബോഡിക്ക് ഒരു പെർമനന്റ് ഡീഫർമേഷൻ വന്നു എന്ന് പറയും. ഓക്കെ, പെർമനന്റ് ഡീഫർമേഷൻ വന്നു ഓർ പ്ലാസ്റ്റിക് ഡീഫർമേഷൻ വന്നു എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഇലാസ്റ്റിക് ഡീഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീഫർമേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിലെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അതാണ് ഇലാസ്റ്റിക് ഡീഫർമേഷൻ എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബോഡിക്ക് അതിന്റെ ഒരു സർട്ടൺ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു പരിധി വിട്ട് ഞാൻ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിലെ പെർമനന്റ് ഡീഫർമേഷൻ വരുന്നു. അതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡീഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് കേസിലാണെങ്കിലും ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ വർക്ക് ആ ബോഡിയിൽ ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ എനർജിയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിൽ ആ ഡീഫർമേഷൻ വരുത്താനായിട്ട് ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഒരു എനർജി ആയിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് എനർജി ഈസ് കോൾഡ് വാട്ട്? സ്ട്രെയിൻ എനർജി. ഇറ്റ് ഈസ് എനർജി യൂസ്ഡ് ഫോർ ഡീഫോമിങ് എ ബോഡി. ഒരു ബോഡിയിൽ ഡീഫർമേഷൻ വരുത്താനായിട്ടുള്ള എനർജിയാണെന്ന് ഞാൻ ഉപയോഗിച്ച വർക്കാണ് ആ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് എനർജി ഈസ് കോൾഡ് വാട്ട്? സ്ട്രെയിൻ എനർജി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡിക്ക് ഒരു പരിധി വരെ മാത്രമേ ഒരു ഇലാസ്റ്റിക് നേച്ചർ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ആ പരിധിയെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ വരെ മാത്രമേ ഞാൻ ബോഡിയെ ഡീഫോം ചെയ്യിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം.
അങ്ങനെ ഡീഫർമേഷൻ വരുത്താനായിട്ട് ഞാൻ ചെയ്ത വർക്ക് ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെയിൻ എനർജി വിളിക്കുന്ന പേരാണ് റെസിലിയൻസ് എന്നുള്ള വേർഡ്. റെസിലിയൻസ് എന്നുള്ള വേർഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ ബോഡി. ഈ ബോഡിക്ക് ഇതാണ് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്റ്റൻഷൻ സംഭവിച്ചാലും ബോഡിക്ക് തിരിച്ചു വരാനുള്ള കഴിവുണ്ട് എന്നാണ് അതിന്റെ ലിമിറ്റ്. അതാണ് അതിന്റെ മീനിങ്. പക്ഷെ ഞാൻ ബോഡി ഇത്ര വരെ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അതിനെ പിടിച്ച് വലിച്ച് ഈ ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച വർക്കാണെന്ത്, അല്ലെങ്കിൽ എനർജി ആണെന്ത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഞാൻ അതിനെ പിടിച്ച് വലിച്ചു. അത്രയും ലെങ്ത്തിൽ ഞാൻ അതിനെ പിടിച്ച് വലിച്ചു. ഇനി വീണ്ടും ഞാൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റിക്കവർ ചെയ്യാവുന്ന റീജിയണിലേക്ക് ഞാൻ ആ ബോഡിയെ പിടിച്ച് വലിക്കാനായിട്ട് ഞാൻ എത്ര സ്ട്രെയിൻ എനർജി ബോഡിയിൽ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ എത്ര വർക്ക് ഞാൻ ബോഡിയിൽ ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. വ്യത്യാസം മനസ്സിലായോ? ഒന്ന്, ഇലാസ്റ്റിക് ലിമിറ്റ് എത്തിയിട്ടില്ല, അതിന് മുന്നേ വരെ മാത്രമേ ഞാൻ ബോഡിയെ ഡീഫോം ചെയ്തിട്ടുള്ളൂ. അത്രയും ഡീഫോർമേഷൻ വരുത്താനായിട്ട് ബോഡിയിൽ ചെയ്ത എനർജിയാണെന്ത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി അതും എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ബോഡിയെ പിടിച്ച് വലിച്ചു, എന്നിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്ത എനർജിയാണെന്ത്, പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേമാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് വെച്ചാൽ യൂണിറ്റ് വോളിയം ഉള്ള ഒരു ബോഡിയെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ പിടിച്ച് വലിക്കാനായിട്ട്, ഡീഫർമേഷൻ വരുത്താനായിട്ട് ഞാൻ ചെയ്ത വർക്ക് ബോഡിയിൽ ഒരു സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് സ്ട്രെയിൻ എനർജി ഇസ് കോൾഡ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അപ്പോൾ മോഡുലസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പെർ യൂണിറ്റ് വോളിയം എന്നുള്ള ഒരു മെഷറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കൂ. മാക്സിമം എനർജി ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് വോളിയം വിത്തൗട്ട് പെർമനന്റ് ഡിസ്റ്റോർഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിലേക്ക് കടക്കാൻ പാടില്ല. ഇലാസ്റ്റിക് ലിമിറ്റിനെ ബിയോണ്ട് ആയിട്ട് അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? പെർമനന്റ് ഡീഫർമേഷൻ വന്നു തുടങ്ങും, അല്ലെ? എന്ന് വെച്ചാൽ ബോഡിക്ക് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു, അതിന്റെ മോളിക്കുലർ സ്ട്രക്ചറിൽ ചില ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റിലേക്ക് കടക്കാതെ വിത്തൗട്ട് പെർമനന്റ് ഡീഫർമേഷൻ എനിക്ക് മാക്സിമം ഏത് ലിമിറ്റ് വരെ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഇലാസ്റ്റിക് ലിമിറ്റ് വരെ. അപ്പൊ നമുക്ക് ആ മാക്സിമം എന്നുള്ള വേർഡ് എന്താണെന്ന് കിട്ടി, വിത്തൗട്ട് പെർമനന്റ് ഡീഫർമേഷൻ എന്നുള്ള വേർഡും കിട്ടി. അതിനർത്ഥം ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് ഞാൻ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എനർജിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പെർ യൂണിറ്റ് വോളിയം എന്നുള്ള വേർഡാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ആദ്യം സ്ട്രെയിൻ എനർജി എന്താ ഞാൻ പറഞ്ഞു. എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി വൈൽ ഡീഫോമിംഗ് ദ ബോഡി ബൈ എക്സ്റ്റേണൽ ലോഡ്. ഒരു ബോഡിയെ എക്സ്റ്റേണലി ഒരു ലോഡ് എന്ന് വെച്ചാൽ ഫോഴ്സോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ബോഡിയെ ഡീഫർമേഷൻ വരുത്തുന്ന സമയത്ത് ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണെന്ത്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു റീഗെയിൻ ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് അപ്പോൺ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ലോഡ്. ഒരു ബോഡി അതിൽ അപ്ലൈ ചെയ്ത ഡീഫോർമേഷൻ വരുത്തുന്ന ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരുന്നതിനുള്ള പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെന്ത്? ഇലാസ്റ്റിസിറ്റി. അങ്ങനെ മാക്സിമം എത്ര ലിമിറ്റ് വരെ എനിക്ക് ആ ഇലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നുണ്ട്, അതാണെന്ത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർഗോ പെർമനന്റ് ഡീഫർമേഷൻ. ഒരു ബോഡിക്ക് പെർമനന്റ് ഡീഫർമേഷൻ കടന്നുപോയി ആ ഡീഫർമേഷൻ നിലനിർത്താനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. റെസിലിയൻസ് എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ എനർജി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് എത്തിയിട്ടില്ല, അതിന് മുന്നേ വരെ ഒരു ബോഡിയെ ഡീഫർമേഷൻ വരുത്താനായിട്ട് ഉള്ള സ്ട്രെയിൻ എനർജിയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഞാൻ മാക്സിമം ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. അതിന് മറ്റൊരു വേർഡും അപ്പോൾ പറയാം. ഇറ്റ് ഈസ് ദ മാക്സിമം റിക്കവറബിൾ സ്ട്രെയിൻ എനർജി എന്നും പറഞ്ഞൂടെ? മാക്സിമം റിക്കവറബിൾ സ്ട്രെയിൻ എനർജി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് പ്രൂഫ് റെസിലിയൻസ് ആണ്. കാരണം റിക്കവറബിൾ സ്ട്രെയിൻ എനർജി മാക്സിമം ഏത് ലിമിറ്റ് വരെ കാണിക്കുള്ളൂ? ഇലാസ്റ്റിക് ലിമിറ്റ് വരെ കാണിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അതായത് പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ആണ് നമ്മൾ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു വേർഡാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി അപ് ടു ഫ്രാക്ചർ. അതായത് നേരത്തെ ഞാൻ വരച്ച ആ ഒരു ബോഡി, അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. വീണ്ടും ഞാൻ ബോഡിയെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു സർട്ടൺ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ബോഡി ബ്രേക്ക് ആയിട്ട് രണ്ടായിട്ട് പോകും, ഫ്രാക്ചർ സംഭവിക്കും. ഈ പെന്നിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എവിടെയോ ഒരു പോയിന്റിൽ അതെന്ത് ചെയ്യും? രണ്ടായിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവുന്നതിനാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ഫ്രാക്ചർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എത്ര എനർജി എനിക്ക് വേണ്ടി വന്നു? ദാറ്റ് ഈസ് കോൾഡ് ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി മോഡുലസ് ഓഫ് ടഫ്നെസ്?
ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ടഫ്നെസ്. ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ കുറച്ച് ടേംസുകൾ നമ്മൾ ഇതായിട്ട് പരിചയപ്പെട്ടു. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ടഫ്നെസ്സും മോഡുലസ് ഓഫ് ടഫ്നെസ് ഒക്കെ ചോദിക്കാറുണ്ട്. മോഡുലസ് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയം വേണം, അല്ലെങ്കിൽ പെർ യൂണിറ്റ് വോളിയം എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അവിടെ മോഡുലസ് എന്നുള്ള ടേം ഉപയോഗിക്കണം. ഓക്കെ, ഇനി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് റെസിലിയൻസ്, അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് പ്രൂഫ് റെസിലിയൻസ്, അപ് ടു ഫ്രാക്ചർ ആണെങ്കിൽ ടഫ്നെസ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ആണ്. എ സ്റ്റീൽ ബാർ 20 millimeter in diameter when subjected to axial pull of 50 kilonewton elongates by 0.2 millimeter over a gauge length of 20 centimeter. The diameter of the bar is reduced by 0.004 millimeter. Bulk modulus of the material of the bar എന്നാണ് ചോദ്യം. കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോൾ കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. പിന്നെ ആൻസർ എ ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈ സ്ട്രെസ്. സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയെ, സപ്പോസ് ദിസ് ഇസ് എ ബോഡി, ഈ ബോഡിയെ ഞാൻ രണ്ട് സൈഡും പിടിച്ച് പുള്ളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഒരു ബോഡിയിൽ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയെ ഞാൻ ഇങ്ങനെ പുള്ളിയോ അല്ലെങ്കിൽ പുഷ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബോഡിയെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്, ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പൊ നമ്മളായാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. ഇതേപോലെ ഈ ബോഡിയും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഓരോ മോളിക്കുലാർ സ്ട്രക്ചറിലും എന്തുണ്ടായിരിക്കും? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ കംപ്ലീറ്റ് ക്രോസ് സെക്ഷനിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ത്രൂ ഔട്ട് ബോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അവർ ക്രോസ് സെക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മോളിക്യൂൾസ് അവിടെ ഉണ്ട്. ഈ ഓരോ മോളിക്യൂളിലും ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് അനുഭവപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ റെസിസ്റ്റൻസ് ഫോഴ്സ് ആ ക്രോസ് സെക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെ, ത്രൂ ഔട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഞാൻ ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടൈം ആണെന്ത്? സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്. അപ്പോൾ ഒരു ബോഡി ഞാൻ എക്സ്റ്റേണലി ഒരു ലോഡ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിനാണെന്ന് പറയുന്നത് ലോഡ്. ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള മോളിക്കുലർ സ്ട്രക്ചറിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ വിളിക്കുന്ന പേരാണത് സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ. നെക്സ്റ്റ് ടൈം ഈസ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഫോഴ്സ് ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സിമിലർലി അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഫോഴ്സും ആ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സാധാരണ ഇതിനെ സിഗ്മ എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നോർമൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡ് അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോർമൽ സ്ട്രെസ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ഒരു ബോഡി, ഈ ബോഡി ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് ആണെന്ന് ഇരിക്കുക, ഒരു മെറ്റാലിക് ബ്ലോക്ക്. ഈ മെറ്റാലിക് ബ്ലോക്കിനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാം. പക്ഷെ പിടിച്ച് വലിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ടാൻജൻഷ്യൽ ആയിട്ടാണ്, അതായത് സർഫസിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബോഡിയെ എങ്ങോട്ടാണോ നമ്മൾ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നത്, ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ആ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് പാരലൽ ടു ദ ഏരിയ ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സും പാരലൽ ടു ദ ഏരിയ ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഷിയർ സ്ട്രെസ് ഇസ് ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഷിയർ ഫോഴ്സ്. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഫോഴ്സ് ആണത് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ when a force acts perpendicular to area, ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോർമൽ ഫോഴ്സ്. ആ നോർമൽ ഫോഴ്സ് കാരണം ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് നോർമൽ സ്ട്രെസ്. ഇനി ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഏരിയക്ക് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ്. കറസ്പോണ്ടിങ് സ്ട്രെസ് ഈസ് കോൾഡ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ എന്ന സിംബൽ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക, ടോ. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് സ്ട്രെയിൻ. ഒരു ബോഡിക്ക് ഞാൻ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ലോഡ് കാരണം സംഭവിക്കുന്ന ഡീഫർമേഷന്റെ ഒരു മെഷറാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള ഡീഫർമേഷൻ വരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഒരു ബോഡിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു സ്പോഞ്ചിന്റെ ഒരു സിലിണ്ട്രിക്കൽ സ്പോഞ്ച് മെറ്റീരിയൽ ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നിങ്ങൾ രണ്ട് സൈഡും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനോമിന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം അതിന്റെ ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഒരു റബ്ബർ ബാൻഡ് ഒക്കെ പിടിച്ച് വലിച്ച് നീട്ടുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഡിക്രീസ് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത്തിൽ ഒരു ഇൻക്രീസ് വരുന്നു, പക്ഷെ അതിന്റെ ഡയമീറ്ററിൽ ഒരു വ്യത്യാസം വരുന്നു. എന്ന് വെച്ചാൽ രണ്ട് ഡയമെൻഷനിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് ലെങ്ത് ഇൻക്രീസ് ആവുന്നു, ഡയമീറ്റർ ഡിക്രീസ് ആവുന്നു.
അപ്പോൾ ഇത് എത്രത്തോളം ഡീഫർമേഷൻ ഓരോ ഡയമെൻഷനിലും സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്ന ഒരു ടേം ആണത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള സ്ട്രെയിൻ ഉണ്ട്. ഒന്ന് ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ആദ്യത്തെ സ്ട്രെയിൻ ആണ് ഞാൻ തൽക്കാലം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെയാണ് പിടിച്ച് വലിച്ചത്. ആ വലിച്ച ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ ഏതാണ്? ഞാൻ പിടിച്ച് വലിച്ച ഡയറക്ഷനിൽ നിൽക്കുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ആണ്, അല്ലെ? ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്തിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് പെർ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് പെർ ഒറിജിനൽ ലെങ്ത്. സാധാരണ നമ്മൾ എപ്സിലോൺ എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, എപ്സിലോൺ എൽ. ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അവിടെ ലീനിയർ എന്നുള്ള അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നുള്ള ടേം നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഞാൻ കാണുന്ന സ്ട്രെയിൻ ഏത് ഡയമെൻഷൻ ആണോ ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിന് അലോങ് ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത പുള്ളിംഗ് ഫോഴ്സ്. ആ പുള്ളിംഗ് ഫോഴ്സിന് അലോങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണെന്ത്? ഈ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലെങ്ത്തിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് പെർ ഒറിജിനൽ ലെങ്ത്തിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്നുള്ളൊരു ടേം മനസ്സിലാക്കുക. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ നോർമൽ സ്ട്രെസ് സിഗ്മ ബൈ ലീനിയർ സ്ട്രെയിൻ എപ്സിലോൺ എൽ, ഇവരുടെ റേഷ്യോ വിളിക്കുന്നവരാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. തോമസ് യങ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണിത്. ഫോർ എക്സാമ്പിൾ സ്റ്റീലിന് ഒരു യങ്സ് മോഡുലസ് ഉണ്ടായിരിക്കും, കോപ്പറിന് ഒരു യങ്സ് മോഡുലസ് ഉണ്ടായിരിക്കും, അലുമിനിയത്തിന് വേറെ യങ്സ് മോഡുലസ് ആയിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ യങ്സ് മോഡുലസ് ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഇനി ഷിയർ മോഡുലസ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അപ്പോൾ എന്താണ് ഈ ഷിയർ സ്ട്രെയിൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബ്ലോക്കിനെ ഞാൻ ടാൻജൻഷ്യലി പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ബ്ലോക്ക് ഇത്തരത്തിൽ ടിൽറ്റ് ആവും, ഇങ്ങനെയായിട്ട് മാറും. അതിന്റെ ഡീഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ആംഗുലർ ഡീഫർമേഷൻ ആണ്. ഒരു പെന്നിനൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഒരു റോഡിനൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്ത് അതിന് ലീനിയർ ആയിട്ട് ഡീഫർമേഷൻ ആണ്, ലെങ്ത്തിൽ ഡയമീറ്ററിലൊക്കെയാണ് മാറ്റം വരിക. അതായത് വെച്ചാൽ അതിന്റെ സൈസിൽ മാറ്റം വന്നു, അതിന്റെ ഡയമെൻഷൻസ് മാറ്റം വന്നു. ഇവിടെ ഡയമെൻഷൻസ് മാറില്ല. ഫോർ എക്സാമ്പിൾ ഈ ലെങ്ത്തുകളെല്ലാം ആയിരുന്നെങ്കിൽ ഇപ്പോഴും ലെങ്ത്തുകളെല്ലാം, പക്ഷെ എന്താണ് മാറ്റം വന്നത്? ഒറിജിനലി 90 ഡിഗ്രി ആയിരുന്ന ഈ എഡ്ജസ് ഇപ്പോൾ ഒരു സർട്ടൻ ആംഗിളിലേക്ക് മാറും, ലെസ് ദാൻ 90 ഡിഗ്രി, ഒരു അക്യൂട്ട് ആംഗിളിലേക്ക് മാറി. അപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു ആംഗുലർ ഡീഫർമേഷൻ ആണ്. അപ്പോൾ ഒറിജിനലി ഇങ്ങനെയായിരുന്നു, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിന്നിരുന്നത്, ഇപ്പോൾ തീറ്റ ആംഗിളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ആംഗിൾ എന്ന് പറയുന്നത് ഈ ചെറിയ ആംഗിൾ അല്ലേ, അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ ഗാമ എന്ന സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഷിയർ സ്ട്രെയിനെ ഗാമ എന്നും ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൈ എന്ന സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഗാമയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ബോഡിയുടെ ആംഗുലർ ഡീഫർമേഷൻ കാണിച്ചു തരുന്ന ടേമാണ് ഷിയർ സ്ട്രെയിൻ. ബോഡിയുടെ ലീനിയർ ഡീഫർമേഷൻ, സൈസിൽ വന്ന മാറ്റത്തിനെ കാണിച്ചു തരുന്നതാണ് നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്ന ടേം. ഷേപ്പിൽ വന്ന മാറ്റമാണ് ഈ ഷിയർ സ്ട്രെയിൻ കാണിച്ചു തരുന്നത്. നേരത്തെ നല്ല റെക്ടാങ്കിൾ ആയിട്ടിരുന്നത് ഇപ്പോൾ ഒരു ഇതിപ്പോ റെക്ടാങ്കിൾ അല്ല, ഇതൊരു സ്ക്വയർ ഷേപ്പ് ആയിരുന്നു, ഇപ്പോൾ എന്തായിട്ട് മാറി? ഒരു റോംബസ് പോലെയായിട്ട് മാറി. എല്ലാതും എന്താണ് 90 ഡിഗ്രിയിൽ നിന്ന് മാറി, പക്ഷേ സൈഡ് ലെങ്തുകൾ ഇപ്പോഴും ഈക്വൽ ആണ്. ഇതാണ് ഷിയർ സ്ട്രെയിൻ കാണിച്ചു തരുന്നത്, ആംഗുലർ ഡീഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ വിളിക്കുന്ന പേരാണെന്ത്? ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ടേം, യങ്സ് മോഡുലസ്. നെക്സ്റ്റ് ടേം ഈസ് ബൾക്ക് മോഡുലസ്. അഗെയിൻ ഈ പറയുന്ന മോഡുലസുകളൊക്കെ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണെന്നുള്ള അറിയാം. യങ്സ് മോഡുലസിനെ നമ്മൾ ഇ എന്ന സിമ്പിളാണ് ഉപയോഗിക്കുക, ഷിയർ മോഡുലസിനെ ജി എന്ന സിമ്പിളാണ് ഉപയോഗിക്കുക, ബൾക്ക് മോഡുലസിനെ കെ എന്ന സിമ്പിളാണ് ഉപയോഗിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വാട്ട് ഈസ് മീൻ ബൈ ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ തന്നെ ഒരു സ്പോഞ്ച് കൊണ്ടുള്ള ചെറിയ, അല്ലെങ്കിൽ റബ്ബർ കൊണ്ടൊക്കെയുള്ള ഒരു, പെട്ടെന്ന് നമുക്ക് ആ ഡീഫർമേഷൻ കാണാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്യൂബിന്റെ ഇപ്പോഴത്തെ വോളിയം, ഒറിജിനൽ വോളിയം വി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഈ ക്യൂബിനെ പിടിച്ച് പ്രസ് ചെയ്യാൻ പോവാം. ഓക്കെ, 6 ഫേസിൽ നിന്നും ഞാൻ ഇതിനെ പിടിച്ച് പ്രസ് ചെയ്തു. 6 അല്ല, സോറി, ഓക്കെ, 6 ഫേസിൽ നിന്നും ഞാൻ അതിനെ പിടിച്ച് പ്രസ് ചെയ്തു. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഈ ബോഡിക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനാണ് വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് സ്ട്രെസ്. ഒരു ബോഡിയുടെ എല്ലാ ഡയറക്ഷനിൽ നിന്നും ഒരുപോലെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ ഒന്ന് ചുരുക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ഒന്ന് കോൺട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ
അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് അതാണെന്ത് വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ആ വോളിയോമെട്രിക് സ്ട്രെസ് കാരണം ബോഡിക്ക് ഒരു സൈസിൽ അതിന്റെ മൊത്തത്തിൽ വോളിയത്തിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുക. ഒബ്വിയസ്ലി അതിന്റെ ഓരോ ലെങ്ത്തുകൾ മാറുന്നുണ്ട്, പക്ഷെ നെറ്റ് ഇഫക്റ്റിൽ നമ്മൾ അതിന്റെ മെഷർ ചെയ്യുന്നത് അതിന്റെ വോളിയത്തിലുള്ള ചേഞ്ച് ആണ്. സപ്പോസ് അതിന്റെ വോളിയത്തിലെ ചേഞ്ച് ഡെൽറ്റ വി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണെന്ത് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബോഡിയുടെ എല്ലാ ഡയറക്ഷനുകളിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കാരണം ബോഡിയിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ദാറ്റ് ഈസ് കോൾഡ് വാട്ട് വോളിയോമെട്രിക് സ്ട്രെയിൻ എപ്സിലോൺ വി. അങ്ങനെ ബോഡിക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈക്വൽ സ്ട്രെസ്സിനെയാണെന്ന് പറയുന്നത്, എല്ലാ ഡയറക്ഷനിലുള്ള ഈക്വൽ സ്ട്രെസ്സിനെയാണ് വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. വോളിയം സ്ട്രെസ് എന്ന് പറയും, വോളിയോമെട്രിക് സ്ട്രെസ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ ആണെന്ത് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ടേം. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ റെപ്രസെന്റഡ് ബൈ ഇ, ഷിയർ മോഡുലസ് എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ജി, ബൾക്ക് മോഡുലസ് എന്ന് വെച്ചാൽ വോളിയോമെട്രിക് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ കെ. ഓക്കെ, ഈ ടേംസുകൾ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഒരു ടേമാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ നമുക്ക് മറ്റൊരു സിമ്പിൾ ഉപയോഗിക്കാം, എപ്സിലോൺ ലാറ്ററൽ എന്ന് ഉപയോഗിക്കാം. സ്ട്രെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒറിജിനലി തന്നിരുന്ന ഈ റോഡിന് ഇപ്പോൾ ഡി ഡയമീറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഇതിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ആവുന്നു, പക്ഷെ അതേസമയം അതിന്റെ ഡയമീറ്റർ ഡിക്രീസ് ആവുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉള്ള ഡയമീറ്റർ സപ്പോസ് ഞാൻ ഇതിനെ D1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ D2 എന്ന് വിളിക്കുകയാണ്. ഒറിജിനൽ ഡയമീറ്റർ D1, ഇപ്പോൾ ഉള്ള ഡയമീറ്റർ D2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ? ദാറ്റ് ഈസ് D2 മൈനസ് D1 ഓർ D1 മൈനസ് D2. നിങ്ങൾക്ക് പോസിറ്റീവ് ഡിഫറൻസ് വേണ്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം. ദി ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ഈസ് കോൾഡ് വാട്ട് ലാറ്ററൽ സ്ട്രെയിൻ. എന്തുകൊണ്ടാണ് ഇതിന്റെ ലാറ്ററൽ എന്നുള്ള വേർഡിന്റെ ലാറ്ററൽ എന്നാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താ? പെർപെൻഡിക്കുലർ. ആർക്ക് പെർപെൻഡിക്കുലർ? ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയമെൻഷനിലാണ് ആ ഒരു സ്ട്രെയിൻ ഞാൻ കണ്ടുപിടിച്ചത്. ആ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എന്താ വിളിച്ചത്? ദാറ്റ് ഈസ് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെ. അതാണ് നമ്മൾ എപ്സിലോൺ എൽ എന്ന് മാർക്ക് ചെയ്ത്. ഇവിടെ നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ ആണ്, അതായത് അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്, അത് ഡയമീറ്ററിലാണ് ഇവിടെ കിട്ടുന്നത്. therefore it is epsilon d by d1 delta d by d1. This is called lateral strain perpendicular to the direction of force. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ, അതായത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതിന് വിളിക്കുന്ന പേരാണ് പോയ്സൺസ് റേഷ്യോ. മ്യൂ എന്ന സിമ്പിൾ ആണ് ഉപയോഗിക്കുക. ചില ബുക്കിൽ ന്യൂ എന്നും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ മ്യൂ ആണ് ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മ്യൂ. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ നാല് പേര് ഇ, ജി, കെ ആൻഡ് മ്യൂ, ഇവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ രണ്ട് റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. ഒന്ന് യങ്സ് മോഡുലസും ഷിയർ മോഡുലസും പോയ്സൺസ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു 2g into 1 plus mu. ഇനി യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും പോയ്സൺസ് റേഷ്യോയും തമ്മിലുള്ള ഈക്വൽ ടു 3k into 1 minus 2 mu. ഈ രണ്ട് റിലേഷൻ ആണ് നിങ്ങൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. ഈക്വൽ ടു 2g into 1 plus mu ഈക്വൽ ടു 3k into 1 minus 2 mu. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് 2g into 1 plus mu is equal to 3k into 1 minus 2 mu. ഇതിൽ നിന്ന് ഇവർ തമ്മിലുള്ള റിലേഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെ മറ്റൊരു റിലേഷനും കൂടെ അറിഞ്ഞിരിക്കുക. ഈ മ്യൂ എന്ന് പറയുന്ന ടേം ഇല്ലാതെ ഒരു റിലേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ഈക്വൽ ടു 9kg by 3k plus g. ഈ റിലേഷനും കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇവിടെ നമ്മൾ മ്യൂ എന്ന് പറയുന്ന ടേമിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാതും വരുന്നത് ഈ രണ്ട് റിലേഷനിൽ നിന്നാണ് മനസ്സിലാക്കുക. അതിൽ നിന്നാണ് സിംപ്ലിഫൈ ചെയ്തതെല്ലാം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈക്വൽ ടു 9kg by 3k plus g എന്ന് പറയുന്ന ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയേണ്ട പോയിന്റുകൾ. ഇനി എന്ന് പറഞ്ഞിരിക്കാം. ഇനി മറ്റൊരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഗേജ് ലെങ്ത്. ഗേജ് ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റോഡിന് ഇനീഷ്യലി ഒരു 20 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റോഡിനെ എന്ത് ചെയ്തു, ഒരു ആക്സിയൽ പുള്ള് അപ്ലൈ ചെയ്തു, ഒരു പുള്ളിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തു, എന്ന് വെച്ചാൽ ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു സർട്ടൺ ഇൻസ്റ്റന്റിൽ ഇതിന്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്തപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 20.5 സെന്റിമീറ്റർ ആയി മാറി എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ ലെങ്ത് കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തു, 20.5 സെന്റിമീറ്റർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത്? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20.5 മൈനസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എപ്സിലോൺ എൽ? അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ എത്രയാണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്.
that is equal to 0.5 divided by 20. ശ്രദ്ധിക്കുക, രണ്ടും ഒരേ യൂണിറ്റ് ആണ്, സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഞാൻ ഈ സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഏത് ലെങ്ത് ആണോ ആ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് ഗേജ് ലെങ്ത്. ഗേജ് ലെങ്ത്. അപ്പോൾ ഒറിജിനൽ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു സ്ട്രെയിൻ മെഷർമെന്റിൽ, സ്ട്രെയിൻ മെഷർ ചെയ്യാനായിട്ട് ഒറിജിനൽ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഏത് ലെങ്ത് ആണോ, ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് ഗേജ് ലെങ്ത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗേജ് ലെങ്ത് എന്നുള്ള ഒരു സ്പെഷ്യൽ നെയിം ആയിട്ട് വന്നിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ രണ്ട് സർക്കുലർ റിങ് മാർക്കിങ്ങുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് രണ്ട് റെഡ് കളർ മാർക്കിങ്ങുകൾ ഇതിന്റെ പുറത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ലെങ്ത് ഒരു 10 സെന്റിമീറ്റർ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഇലോങ്ങേഷൻ തന്നെ ഇവർക്കിടയിലും സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ആ ബോഡിക്ക് മൊത്തത്തിൽ സംഭവിക്കുന്ന ഡീഫോർമേഷൻ ഈ റിങ്ങുകൾക്കിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഒറിജിനലി ഇട്ടിരുന്ന റിങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരിക്കും. മേ ബി ഇവർക്കിടയിലുള്ള ലെങ്ത് ഒരു 10.5 സെന്റിമീറ്റർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10.5 മൈനസ് 10 ചേഞ്ച് ലെങ്ത് കിട്ടി. ഒറിജിനൽ ലെങ്ത് ആയിട്ട് ഞാൻ എന്ത് ഇട്ടാൽ മതി, 10 ഇട്ടാൽ മതി. അപ്പോൾ ഈ രണ്ട് റിങ്ങുകൾക്കിടയ്ക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, കാൽക്കുലേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒറിജിനൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ആരാണ്? ആ റിങ്ങുകൾക്കിടയ്ക്കുള്ള ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഗേജ് ലെങ്ത് എന്തായിട്ട് മാറി, 10 ആയിട്ട് മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഏത് ലെങ്ത് ആണോ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ഗേജ് ലെങ്ത്. ഗേജ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റീൽ ബാർ ഓഫ് 20 millimeter ഡയമീറ്റർ, അതായത് ഇതിന്റെ ഒറിജിനൽ ഡയമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ, 20 millimeter. വെൻ സബ്ജക്റ്റഡ് ടു ആക്സിയൽ പുൾ ഓഫ് 50 kilonewton, ആ പുള്ളിംഗ് ഫോഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഞാൻ പി എന്ന് വിളിക്കുകയാണ്. 50 kilonewton ആണ് ഫോഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം നിങ്ങൾക്ക് ഒന്നുകിൽ യൂണിറ്റ് കൺവേർഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഒരുപാട് സമയം അതിന് വേണ്ടി കളയുന്നില്ല, ഞാൻ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ പറയാം. ഇലോങ്ങേറ്റ് ബൈ 20.2 millimeter, അതായത് ലെങ്ത് തന്നിട്ടുണ്ട് അവിടെ. ചേഞ്ച് ഇൻ ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട് 0.2 millimeter ആണ്. അപ്പോൾ അവിടെ ഗേജ് ലെങ്ത് എന്ന് പറഞ്ഞ ടേം എന്താണ്? അപ്പോൾ ഒറിജിനൽ ലെങ്ത് ആണ്, വിച്ച് ഈസ് 20 സെന്റിമീറ്റർ. ഡയമീറ്റർ ഓഫ് ദ ബാർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 0.004 millimeter എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ആണ് അവിടെ തന്നിരിക്കുന്നത് 0.004 millimeter. You have to find the bulk modulus of the material. K ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, പകരം നമ്മൾക്ക് മറ്റു ചില കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ റിലേഷൻ അറിയാം, E = 3K × 1 - 2 μ എന്ന് പറയുന്ന റിലേഷൻ അറിയാം. E = 3K × 1 - 2 μ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, അതായത് ഇയും മ്യൂവും കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ഇയും മ്യൂവും കണ്ടുപിടിക്കാനുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇ കണ്ടുപിടിക്കുക? E = സ്ട്രെസ് നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. എങ്ങനെയാണ് നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുക? ഞാൻ അപ്ലൈ ചെയ്ത പുള്ളിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ചേഞ്ച് ചെയ്ത ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ദാറ്റ് ഈസ് 50 × കിലോന്യൂട്ടനെ മാറ്റി ന്യൂട്ടൺ ആക്കാനായിട്ട് × 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്രയും ന്യൂട്ടൺ. ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് π/4 d². ഒറിജിനൽ ഡയമീറ്റർ എത്രയായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒറിജിനൽ ഡയമീറ്റർ വാസ് 20 millimeter. സോ π/4 × 20² എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക millimeter സ്ക്വയറിലായിരിക്കും, Nm/mm² നിങ്ങളുടെ സ്ട്രെസ് കിട്ടുക. ദിസ് Nm/mm² വിളിക്കുന്ന പേരാണ് മെഗാ പാസ്കൽ. മെഗാ പാസ്കൽ എന്നാണ് അതിനെ പറയാ, MPa എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചെയ്ത് ആൻസർ കിട്ടാനുള്ള സ്റ്റെപ്പുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങൾ ചെയ്യുക. അതായത് ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സിഗ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? സിഗ്മ കണ്ടുപിടിച്ചു. അപ്പോൾ സിഗ്മ, ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ε/L കണ്ടുപിടിക്കണം. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ ലെങ്ത് ഒരു ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 0.2 millimeter. 0.2 millimeter ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ഗേജ് ലെങ്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലിമീറ്റർ ആണ്? 200 millimeter. അപ്പോൾ സ്ട്രെയിൻഡ് ടേമിൽ, സ്ട്രെയിൻഡ് ഇക്വേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ യൂണിറ്റ് ആയിരിക്കണം. കാരണം സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ലാത്ത ഒരു ടേമാണ്, ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുകളിലും താഴെയും ഒരേ യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതിനൊരു വെറുതെ ഒരു നമ്പർ മാത്രമായിരിക്കും, അതിന് യൂണിറ്റ് എഴുതാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? E is equal to sigma/ε എന്നുള്ളത് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ യങ്സ് മോഡുലസ് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര മെഗാ പാസ്കൽ ആണെന്നുള്ളത് കിട്ടും. ഓക്കെ,
അതായത് ഈ ഒരു വാല്യൂസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അത്രയും മെഗാ പാസ്കൽ ആയിരിക്കും. കാരണം എന്താ, ഡിനോമിനേറ്ററിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ന്യൂമറേറ്ററിന് എന്ത് യൂണിറ്റിലാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ യൂണിറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഇയുടെ വാല്യൂ. ഇപ്പൊ യങ്സ് മോഡുലസ് കിട്ടി. അപ്പൊ നമ്മുടെ ഒരു സൊല്യൂഷന്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞു. കാരണം എനിക്ക് കിട്ടേണ്ടത് കെ ആണ്, പക്ഷെ കെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ തന്നിട്ടില്ല. അപ്പൊ ആദ്യം ഞാൻ ഇ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് മ്യൂ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് യങ് പോയ്സൺസ് റേഷ്യോ? പോയ്സൺസ് റേഷ്യോ മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓൾറെഡി നമ്മൾ ഡിനോമിനേറ്റർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടണം. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇവിടെ ഈ റോഡിനെ അല്ലെങ്കിൽ ബാറ് റോഡ് എന്നൊക്കെ പറയുന്നത് സെയിം ആൾക്കാരൊക്കെ തന്നെ. ഇവരെ ഞാൻ പിടിച്ച് വലിക്കുന്നത് പുള്ളിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാറ്ററൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണെന്ത്? അതിന്റെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡയമീറ്റർ അങ്ങനെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഒറിജിനൽ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.004 ഇത്രയും മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 20 മില്ലിമീറ്റർ ആയിരുന്നു അവരുടെ ഒറിജിനൽ. അപ്പോൾ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടില്ലേ? ലാറ്ററൽ സ്ട്രെയിനും കിട്ടി. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മ്യൂയുടെ വാല്യൂവും കിട്ടി. എഗെയിൻ ശ്രദ്ധിക്കുക, മ്യൂ എന്ന് പറയുന്നത് രണ്ട് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള, അതായത് യൂണിറ്റ് ഇല്ലാത്ത ലാറ്ററൽ സ്ട്രെയിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെയും റേഷ്യോ ആണ്. ഒബ്വിയസ്ലി മ്യൂവിനും എന്തില്ല? യൂണിറ്റ് ഇല്ല. മ്യൂ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടൺ വാല്യൂ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 3k into 1 minus 2 mu. അതിൽ നിന്ന് k എന്ന് വെച്ചാൽ എന്താണ്? k is equal to e by 3 into 1 minus 2 mu എന്ന് വരും അല്ലെ? e by 3 into 1 minus 2 mu ഇതാണെന്ത് നിങ്ങളുടെ k എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് k യും കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, കാരണം ഇതിന്റെ ആൻസർ തന്നെ ഉണ്ടോ? ആൻസർ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വലിയ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മുമ്പ് നിങ്ങളുടെ വാട്ടർ അതോറിറ്റി പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് ലെങ്തി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം കളയാതിരിക്കാം. അപ്പം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കാനുണ്ടെന്നുള്ളത്. അത്തരം ക്വസ്റ്റ്യൻസുകൾ അവസാനത്തേക്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരം പ്രോബ്ലംസ്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനമൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് നമുക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനായിട്ട് ലാസ്റ്റിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു പകുതി സൊല്യൂഷൻ ആക്കി വെക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് ലാസ്റ്റ് തിരിച്ചു വന്നുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നുകൊണ്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് സമയം ഇതിൽ വേസ്റ്റ് ആയി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ π/4 d² തന്നെ ഉണ്ടോ? ഈ π/4 × 20² ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയം പോയി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ മാത്രമല്ല യൂണിറ്റ് കൺവേർഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോന്നും കറക്റ്റ് യൂണിറ്റിൽ ഇട്ട് കൊടുക്കണം. എപ്സിലോണിൽ കാണുമ്പോൾ മുകളിലും താഴെയും ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നുകിൽ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The bulk modulus of metal A is twice of metal B and modulus of rigidity of A is 3 times of metal B. Which one of the following is correct? Modulus of elasticity of A is 3 times that of B. Modulus of elasticity of A is 4 times that of B, 6 times that of B, 8 times that of B. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് തന്നെയാണ്, അതിന്റെ വേറൊരു നെയിം ആണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, യങ്സ് മോഡുലസ് ഇ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കൂ. ബൾക്ക് മോഡുലസ്, അതായത് കെ ഓഫ് എ എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ ബൾക്ക് മോഡുലസ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് മെറ്റൽ ബി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഈ മോഡുലസ് ഓഫ് റിജിഡിറ്റിനാണ് നമ്മൾ ഷിയർ മോഡുലസ് എന്നുള്ള പേര് പറഞ്ഞത്. ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റിനാണ് ഷിയർ മോഡുലസ്. അത് ജി എന്ന് പറയുന്ന ടേമാണത്. ജി ഓഫ് എ ഈസ് 3 times ജി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇ ഓഫ് എ എത്ര ടൈംസ് ഇ ഓഫ് ബി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം ഇ ഈക്വൽ ടു 2g into 1 plus mu. ഇതാണ് ഒരു റിലേഷൻ. അടുത്ത റിലേഷൻ E equals 3k into 1 minus 2 mu. ഫസ്റ്റ് ഓഫ് ഓൾ ഈ രണ്ട് മെറ്റലിന്റെയും പോയ്സൺസ് റേഷ്യോ സെയിം ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് തന്നെ ഒരു ഡാറ്റ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലെ. രണ്ട് ഡിഫറെന്റ് മെറ്റൽ ആയിരിക്കും. ഡിഫറെന്റ് മെറ്റൽ ആണെങ്കിൽ അതിന്റെ പോയ്സൺസ് റേഷ്യോ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ പോയ്സൺസ് റേഷ്യോയുടെ ഡാറ്റ തരാത്തിടത്തോളം കാലം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അസ്യൂം ചെയ്യാം നിങ്ങൾ മ്യൂ ഓഫ് എ മ്യൂ ഓഫ് ബിക്ക് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നാൽ പോലും ഇത് രണ്ട് ഡിഫറെന്റ് ആൻസർ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ
നമുക്കിത് എഴുതിക്കൂടെ? ഫോർ മെറ്റൽ എ ഇ ഓഫ് എ ഇസ് ഈക്വൽ ടു 2g of a into 1 plus mu എഴുതിക്കൂടെ? സിമിലർലി ഫോർ മെറ്റൽ ബി യങ്സ് മോഡുലസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 2 റിജിഡിറ്റി മോഡുലസ് ഓഫ് ബി into 1 plus mu എഴുതിക്കൂടെ? ഈ രണ്ട് റിലേഷൻ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇ എ ബൈ ഇ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? ജി എ ബൈ ജി ബി എന്ന് വരും. വാട്ട് ഈസ് ജി എ ബൈ ജി ബി? ഓൾറെഡി ജി എ ഇസ് ഈക്വൽ ടു 3 times ജി ബി ആണ്. അതുകൊണ്ട് ജി എ ബൈ ജി ബി വിൽ ബി ഈക്വൽ ടു 3 എന്ന് വരും. ഓക്കെ, ഏത് റിലേഷൻ കിട്ടി? അതായത് യങ്സ് മോഡുലസ് ഓഫ് എ ഈസ് 3 times യങ്സ് മോഡുലസ് ഓഫ് ബി എന്ന റിലേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി ഇതേ കാര്യം നമുക്ക് ഇവിടെ എഴുതാലോ. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഓഫ് എ ഈസ് 3 times ബൾക്ക് മോഡുലസ് ഓഫ് എ ഇൻറ്റു 1 minus 2 mu. യങ്സ് മോഡുലസ് ഓഫ് ബി ഈസ് 3 times ബൾക്ക് മോഡുലസ് ഓഫ് ബി ഇൻറ്റു 1 minus 2 mu. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇ എ ബൈ ഇ ബി ഇസ് ഈക്വൽ ടു കെ എ ബൈ കെ ബി എന്ന് വരും. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. നേരത്തെ പറഞ്ഞ റിലേഷൻ പ്രകാരം കെ ഇസ് ഈക്വൽ ടു 2 times കെ ബി ആണ്. ദെയർഫോർ കെ എ ബൈ കെ ബി ഈസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എ ഇസ് ഈക്വൽ ടു 2 times ഇ ബി എന്ന് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ടീഷനും രണ്ട് ഡിഫറെന്റ് റിസൾട്ട് ആണ് തരുന്നത്. അത് ഒരേ മെറ്റീരിയലിന് തന്നെ യങ്സ് മോഡുലസിന്റെ റിലേഷൻ രണ്ട് കണ്ടീഷനിലും ഡിഫറെന്റ് ആണ്. അതൊരിക്കലും പോസിബിൾ അല്ല. ഒന്നുകിൽ 3 times ആയിരിക്കാം, അല്ലെങ്കിൽ 2 times ആയിരിക്കാം. അതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കുക, വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് യങ്സ് മോഡുലസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, സോറി റിജിഡിറ്റി മോഡുലസിന്റെയോ അല്ലെങ്കിൽ ബൾക്ക് മോഡുലസിന്റെയോ മാത്രം റേഷ്യോ തന്നിട്ടുള്ളൂ. പോയ്സൺസ് റേഷ്യോയുടെ റേഷ്യോകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബൾക്ക് മോഡുലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ കണ്ടീഷൻ ഉപയോഗിക്കാം. റിജിഡിറ്റി മോഡുലസിന്റെ റേഷ്യോ തന്നിരിക്കുന്നതിൽ ഈ കണ്ടീഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഡാറ്റ ഇൻസഫിഷ്യന്റ് ആയിട്ട് തോന്നുകയാണ്, അത് യങ്സ് പോയ്സൺസ് റേഷ്യോനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോയ്സൺസ് റേഷ്യോ 1 ആയിട്ട് അല്ലെങ്കിൽ പോയ്സൺസ് റേഷ്യോ രണ്ടും ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യാം. എന്നിട്ടേ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരം ഇത് ക്യാൻസൽഡ് ക്വസ്റ്റൻ ആണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രൊസീജിയർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. ദ ഇലോങ്ങേഷൻ ഓഫ് ഷാഫ്റ്റ് എ ഈസ് 4 times ദ ഇലോങ്ങേഷൻ ഓഫ് ഷാഫ്റ്റ് ബി വെൻ സബ്ജക്റ്റഡ് ടു ഈക്വൽ ടെൻസൈൽ ഫോഴ്സസ്. If the modulus of elasticity and the length of both shafts are the same, then diameter of A is half the diameter of B, diameter of A is twice the diameter of B, diameter of A is 1/4 the diameter of B, diameter of A is 4 times the diameter of B. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പുതിയൊരു ഫോർമുല പഠിക്കണം. അതായത് നോക്കൂ, അതായത് കൺസിഡർ എ സിലിണ്ട്രിക്കൽ ഷാഫ്റ്റ്. ശ്രദ്ധിക്കുക, ഈ ഷാഫ്റ്റ്, റോഡ്, ബാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒരു സിലിണ്ടർ ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, ഈ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരാളിൽ ഞാനൊരു പുള്ളിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പി ആൻഡ് പി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇതിന്റെ ക്രോസ് സെക്ഷനിൽ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ മോളിക്കുലർ സ്ട്രക്ചറിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മൾ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് കണ്ടിരുന്നു. അതായത് ഞാൻ ഈ പുള്ളിംഗ് ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഏതോ ഒരു ലിമിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ബോഡി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രെസ് ബോഡിക്ക് അനുഭവപ്പെടുന്ന സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. പക്ഷേ ചെറിയൊരു എറർ ഉണ്ട് അതിൽ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ബോഡിയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് അതിലനുഭവപ്പെടുന്ന സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് വാട്ട്? ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഓരോ ഇൻസ്റ്റന്റിലും അനുഭവപ്പെടുന്ന സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് ഇനീഷ്യലി ഒരു ലീനിയർ നേച്ചർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ നേച്ചർ ആയിരിക്കും. അതിനുശേഷം ചെറിയൊരു കർവേച്ചർ. അപ്പൊ ഈ ഒരു റീജിയൻ വരെ ലീനിയർ, പിന്നെ അതിന് ശേഷം വരെ ചെറിയൊരു കർവേച്ചർ. ഇതാണ് നിങ്ങളുടെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ്. അതിന് തൊട്ട് മുന്നിലുള്ള ഈ ഭാഗമാണ് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. കാരണം എന്താ? അവിടെയാണ് എക്സാക്ട്ലി ഈ റിലേഷൻ വാലിഡ്. അപ്പോൾ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ഓർ അപ് ടു പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ഒരു ബോഡിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഹുക്സ് ലോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബോഡിയുടെ ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഇത് അതിലൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. ബോഡിയുടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ മസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ ഹുക്സ് ലോ ടു ബി വാലിഡ്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയുടെ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്
ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളതാണ് ഹുക്സ് ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ ഇതിൽ കൂടെ. ദാറ്റ് കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. കാരണം യങ്സ് മോഡുലസിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ എന്താ യങ്സ് മോഡുലസ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻ ഹുക്സ് ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കാം. ഇതാണ് നിങ്ങളുടെ റിലേഷൻ. അതായത് പി ഫോഴ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. പി ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. ദിസ് ഈസ് ദ ഏരിയ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോർ ഇക്വിലിബ്രിയം. ഈ ബോഡി ഒരു ഇക്വിലിബ്രിയം, അതായത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞു. ആ ഇന്റേണൽ റെസിസ്റ്റൻസും ഞാൻ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പരസ്പരം ക്യാൻസൽ ചെയ്ത് ബോഡി എന്ത് ചെയ്യും? ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കും. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ബോഡിയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതിയാൽ മതി? പി ബൈ എ എന്ന് എഴുതിയാൽ മതി. കാരണം ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ന്യൂമറിക്കലി പിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കാം. അങ്ങനെ അപ്പൊ നമുക്ക് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് പി ബൈ എ. ഇനി വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഏത് ഡയറക്ഷനിലെ സ്ട്രെയിൻ ആണ്? എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതായത് ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഞാനിപ്പോൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഹുക്സ് ലോ പ്രകാരം, അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ദാറ്റ് ഈസ് പി ബൈ എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതി കൂടെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബോഡിയുടെ ചേഞ്ച് ഇൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല കിട്ടും, ദാറ്റ് ഈസ് പി എൽ ബൈ എ. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സിംപ്ലി ഒരു ബോഡിയെ ഒരു ടെൻസൈൽ പുള്ള് ഞാൻ അപ്ലൈ ചെയ്തു. ആ പുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് എത്ര ഇലോങ്ങേഷൻ സംഭവിച്ചു? ശ്രദ്ധിക്കുക, ഇലോങ്ങേഷൻ ആണ്, സ്ട്രെയിൻ അല്ല. ഇലോങ്ങേഷൻ എത്ര സംഭവിച്ചു എന്ന് കാണാനുള്ള ഒരു ഫോർമുലയാണ് പി എൽ ബൈ എ. പി എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത പുള്ള്, എൽ എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ ലെങ്ത്, എ എന്ന് പറയുന്നതിന്റെ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇ എന്ന് പറയുന്നത് ബോഡിയുടെ യങ്സ് മോഡുലസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത് നോക്കൂ. ഒരു ബോഡിയുടെ രണ്ട് ബോഡീസ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ബോഡി ഉണ്ട്. രണ്ടുപേരും ഒരു ഷാഫ്റ്റ് ആണ്. ഷാഫ്റ്റ് എന്താ? ഷാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഫാനിന്റെ സെന്ററിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റോഡ് ഉണ്ട്, അതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സിംപ്ലി അറിഞ്ഞാൽ മതി. ഷാഫ്റ്റിന്റെ ഒറ്റ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ടോർക്കിന്റെ ഭാഗം പറയാം. തൽക്കാലം ഇപ്പൊ നിങ്ങളുടെ പെൻ ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ രണ്ട് പെന്നുണ്ട്. ഒരു പെന്നിനെ എ എന്ന് വിളിക്കുക, ഒരു പെന്നിനെ ബി എന്ന് വിളിക്കുക. ഇവർ രണ്ടുപേരെയും നിങ്ങൾ ഒരു ഈക്വൽ ഫോഴ്സ് വെച്ചുകൊണ്ട് പുൾ ചെയ്തു. ഈക്വൽ ഫോഴ്സ് വെച്ചുകൊണ്ട് പുൾ ചെയ്തു. അങ്ങനെ പുൾ ചെയ്തപ്പോൾ ഡെൽറ്റ എൽ ഓഫ് എ ഈസ് 4 times ഡെൽറ്റ എൽ ഓഫ് ബി എന്നാണ് വന്നത്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ എ ഈസ് 4 times ദ ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ ബി. ആ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്തിനാണ് കാണിക്കുന്നത്. വെൻ സബ്ജക്റ്റഡ് ടു ഈക്വൽ ടെൻസൈൽ ഫോഴ്സ്, അതായത് രണ്ടുപേരിലും ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണ്? സെയിം ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലി അവർക്കുണ്ടായിരുന്ന ഈ ലെങ്ത് എൽ എ എന്ന് പറയുന്നത് എൽ ബിക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ രണ്ടുപേരുടെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഈക്വൽ ആണ്. അതായത് ഇ എ ഇസ് ഈക്വൽ ടു ഇ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡയമീറ്റേഴ്സിന്റെ റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ ഡയമീറ്ററുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരിക എ ആണ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന പ്രകാരം ഡെൽറ്റ എല്ലിന്റെ ഫോർമുല എന്താ? പി എൽ ബൈ എ ഇ. ഡെൽറ്റ എല്ലിന്റെ ഫോർമുല പി എൽ ബൈ എ ഇ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആ മെറ്റീരിയലിന്റെ യങ്സ് ചേഞ്ച് ഇൻ ലെങ്ത് എനിക്ക് എന്ത് ചെയ്താം? അതിൽ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ്, അതിന്റെ ഒറിജിനൽ ലെങ്ത്, അതിന്റെ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ, അതിന്റെ യങ്സ് മോഡുലസ് അല്ലെ. സിമിലർലി വാട്ട് ഈസ് ഡെൽറ്റ എൽ ബി എന്ന് പറയുന്നത്? പി ബി എൽ ബി ബൈ എ ബി ഇൻറ്റു ഇ ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ എൽ എ ബൈ ഡെൽറ്റ എൽ ബി? ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ എൽ എ ബൈ എ ഇ എ മൾട്ടിപ്ലൈഡ് ബൈ, ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് എ ബി ഇൻറ്റു ഇ ബി ബൈ പി ബി ഇൻറ്റു എൽ ബി. ഓക്കെ, പക്ഷെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. സോ പി എ ഈക്വൽസ് പി ബി. അപ്പൊ എനിക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. പി എ പി ബി ക്യാൻസൽ ചെയ്തു. ഇനി രണ്ടുപേർക്കും ഒറിജിനൽ ലെങ്ത് സെയിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എൽ എയും എൽ ബിയും ഈക്വൽ ആണ്. അപ്പൊ എൽ എയും എൽ ബിയും ക്യാൻസൽ ചെയ്തു. രണ്ടുപേരുടെയും യങ്സ് മോഡുലസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എ ഈക്വൽ സി ബി. അപ്പോൾ അതുകൊണ്ട് ഇ എയും ഇ ബിയും ക്യാൻസൽ ചെയ്തു.
അപ്പോൾ റിമൈനിങ് ആയിട്ട് ആകെ വരുന്നത് എ ബി ഡിവൈഡഡ് ബൈ എ എ എന്നാണ് വരുന്നത്. ഓർ ഇനി ഒരു ഷാഫ്റ്റ് സിലിണ്ടറിക്കൽ ഡയമീറ്റർ എന്നുള്ള പറഞ്ഞാൽ അതിന് ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം? അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π/4 ഇൻറ്റു ഡി എ സ്ക്വയർ. ഡി എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ. സിമിലർലി എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? π/4 ഇൻറ്റു ഡി ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ബി ബൈ എ എ? ഡെൽറ്റ എൽ എ ബൈ ഡെൽറ്റ എൽ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ എ എ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, വിച്ച് ഇസ് ഈക്വൽ ടു π/4 ഡി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ π/4 ഡി എ സ്ക്വയർ, or it is equal to simply db square by dA square. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി എ ബൈ ഡി ബി? സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എ എന്ന് വന്നൂടെ? ഇതാണ് നിങ്ങളുടെ റിലേഷൻ, ഫൈനൽ റിലേഷൻ. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇലോങ്ങേഷൻ ഓഫ് എ ഈസ് 4 ടൈംസ് ഇലോങ്ങേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1/4 ആയിരിക്കും. Or this is equal to square root of 1/4, which is 1/2. Or dA is equal to dB by 2. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഈസ് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ബി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ആകെ അറിയേണ്ട റിലേഷൻ എന്ന് പറയുന്നത് ഈ റിലേഷനാണ്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ എന്ന് പറയുന്ന റിലേഷനാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കിട്ടും ഡെൽറ്റ എൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ എന്നുള്ളത് കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ടേംസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 എന്നുള്ള ആൻസർ ആണ് കിട്ടുക.